ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വ്ളോഗുമായി വന്നേക്കുകയാണ്. ഇന്ന് നമ്മൾ കാനഡയിലെ ന്യൂ ബ്രൻസ്വിക് പ്രോവിൻസ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡേ 1 നമ്മൾ ആദ്യമായി പോകാൻ പോകുന്നത് ഇർവിംഗ് എക്കോ സെന്ററിലാണ്. നമ്മൾ പലതരത്തിലുള്ള ബീച്ചുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ കടലിന് നടുവിലേക്ക് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു ഭീമൻ മണൽത്തിട്ട കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ പെറ്റ്സ് അലൗഡ് അല്ല കേട്ടോ. ഇവിടെ വന്നാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവർ ഒരു സൂപ്പർ ബോർഡ് വാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്ററോളം നീളമുണ്ട് ഇതിന്. അപ്പം നടക്കാൻ മടിയുള്ളവർ ഇപ്പം തന്നെ ഓടിക്കോ, കാരണം ഇവിടെ വണ്ടി കയറ്റാൻ പറ്റില്ല. അപ്പം സ്വന്തം കാല് തന്നെ ശരണം. നോർത്ത് അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും വലിയ സാൻഡ് ഡ്യൂൺസിൽ ഒന്നാണിത്. 100 കണക്കിന് വർഷങ്ങൾ കൊണ്ട് കാറ്റും വേവ്സും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു പ്രത്യേക അത്ഭുതമാണ് ഇവിടം. ഇത് വെറും ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല, പ്രകൃതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരിടമാണ്. ഒട്ടനവധി അപൂർവ പക്ഷികളുടെയും സസ്യങ്ങളുടെയും വീടാണിത്. അതുകൊണ്ടാണ് ഈ മണൽത്തട്ടിലൂടെ വെറുതെ നടന്ന് അത് നശിപ്പിക്കാതിരിക്കാനാണ് ഈ ബോർഡ് വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ഈ സ്ഥലത്തിന് എന്താ ഇർവിംഗ് എക്കോ സെൻറ്റർ എന്ന് പേര് വരാൻ കാരണമെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ അംബാനിമാരെ പോലെ കാനഡയിലെ പ്രത്യേകിച്ച് ന്യൂ ബ്രൻസ്വിക്കിലെ വലിയൊരു മുതലാളി കുടുംബമാണ് ഇർവിംഗ് ഫാമിലി. ഇവിടെ ന്യൂ ബ്രൻസ്വിക്കിൽ വണ്ടിയിൽ അടിക്കുന്ന പെട്രോൾ മുതൽ നമ്മൾ വാങ്ങുന്ന പേപ്പറിൽ വരെ ഈ ഇർവിംഗ് എന്ന് പേര് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇവരുടെ ബിസിനസ്സാണ്. എന്നാൽ ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 1882 ഈ വലിയ കോടീശ്വര കുടുംബത്തിൻ്റെ ആദ്യത്തെ ബിസിനസ് തുടങ്ങിയത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇതേ ഗ്രാമത്തിലാണ്. ഇവിടുത്തെ ഈ അപൂർവ മണൽത്തട്ട് സംരക്ഷിക്കാൻ 1997 അവർ സ്വന്തം ചെലവിൽ ഉണ്ടാക്കിയതാണ് ഈ എക്കോ സെൻറ്റർ. കടൽ തീരത്തോട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ബോർഡ് വാക്കിലൂടെ നടക്കുന്നത് നല്ല വിൻഡിയാണ് ഗൈസ്. ഞങ്ങളൊരു ഈവനിങ് സമയത്താണ് പോയത്, അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ കാനഡയിലെ അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്ക് വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ന്യൂ ബ്രൻസ്വിക്കിലൂടെ പോവുകയാണെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്യരുത്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരിടമാണ് ഇവിടം. അപ്പോൾ ആചാരം മറക്കണ്ട. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.